മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത്രയും നാൾ കരുണ ഭയന്നതുപോലെ എല്ലാം സംഭവിക്കുന്നു. അതായത് ഉണ്ണിക്ക് കമലേശ്വരം കമ്പനിയിൽ നിന്നും ഏത് നിമിഷവും ജോലി നഷ്ടമാകുമെന്ന് ഏത് നിമിഷവും കരുണ പറയുന്നത് പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ട്രിപ്പൊക്കെ കഴിഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയും കമലേശ്വരം തറവാട്ടിലേക്ക് കയറി വരുമ്പോൾ കണ്ണനെയും മഹാലക്ഷ്മിയും കാത്തിരുന്നത് പോലെ നമ്മുടെ ഉണ്ണിയും ദുർഗയും കൂടി ചാടി കയറി ചെല്ലുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ സന്തോഷമായല്ലോ, എൻ്റെ ഭാര്യ കരുണ എന്നെ ഉപേക്ഷിച്ച് പോയപ്പോൾ. നിൻ്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ച് പോകാൻ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോ? നിങ്ങളല്ലാതെ പിന്നെ ആരാ ചെയ്തത്? എൻ്റെ ഭാര്യയുടെ മുമ്പിൽ എന്നെ കൊച്ചാക്കി കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ സമയം തന്നെ വീൽ ചെയറിലിരിക്കുന്ന നിങ്ങളെയും കൂട്ടി ഇവർ 3 ട്രിപ്പ് പോയത്? ഓ, ഇപ്പം മനസ്സിലായി. ഞങ്ങൾ 3 ട്രിപ്പ് പോയതിൻ്റെ പേരിനാണോ നിൻ്റെ ഭാര്യ നിന്നെ ഉപേക്ഷിച്ച് പോയെന്ന് കണ്ണൻ കുത്തി ചോദിക്കുമ്പം നിങ്ങൾ കൂടുതൽ അഹങ്കരിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്കൊരിക്കലും ഒരു കുഞ്ഞിന് അമ്മയും അച്ഛനും ആകാൻ പറ്റില്ല. നിങ്ങളുടെ പിന്നാലെ നടന്ന് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് നോക്കുന്നെന്ന് വരുത്തി തീർക്കുന്ന ഈ സ്ത്രീ ഉണ്ടല്ലോ, സ്വത്തും പണവും എല്ലാം കൈക്കലാക്കിയതിന് ശേഷം ഒരമ്മയാകാൻ ശേഷിയുള്ള ഇവർ ഒരു ഘട്ടം കഴിയുമ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കും. ഇത് ഞാനാ പറയുന്നതെന്ന് പറയുമ്പം കണ്ണനാണെങ്കിൽ നിർത്തടാന്നും പറഞ്ഞ് ഉണ്ണിയെ വഴക്ക് പറഞ്ഞുകൊണ്ട് തന്നെ കണ്ണനാണെങ്കിൽ ഉണ്ണിയെ ഓർമ്മിപ്പിക്കുന്നു, നിൻ്റെ ഭാര്യയായിട്ടുള്ള കരുണയുടെ സ്വഭാവമല്ല എൻ്റെ ഭാര്യ മഹാലക്ഷ്മിക്ക്. എനിക്ക് എന്ത് കുറ്റവും കുറവും ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് എന്നുമായിട്ടുള്ള വിവാഹത്തിന് അവൾ സമ്മതം മൂളിയത്. ഇനി ഒരു പക്ഷേ ഇവൾ എന്നെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ പോലും എനിക്കൊരു സങ്കടവുമില്ല. ഇയാൾ എൻ്റെ കൂടെ ജീവിച്ചിരുന്ന അത്രയും കാലം ആത്മാർത്ഥ സ്നേഹം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ കൂടെ സ്വത്തും പണവും മോഹിച്ചു നിൽക്കുന്ന കപടം സ്നേഹം കാണിക്കുന്നവരുടെ കപട മുഖങ്ങളും എനിക്ക് മനസ്സിലാക്കി തന്നത് ഇയാളാണ്. അതിനുള്ള നന്ദിയും കടപ്പാടും എനിക്കെപ്പോഴും ഇയാളോടൊപ്പം കാണും എന്ന് പറഞ്ഞ് കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയും കൂട്ടി അകത്തേക്ക് പോകുന്നു. അതിനുശേഷം കമലേശ്വരം കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് വരുന്ന ഉണ്ണിയെ കാത്തിരിക്കുന്ന ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. ജനറൽ മാനേജറിൻ്റെ ചെയറിൽ കയറിയിരിക്കുന്നത് മറ്റാരുമല്ല, സ്വന്തം സഹോദരിയായ മഞ്ജു ആണ്. ഇത്രയും നാൾ കണ്ണനെയും മഹാലക്ഷ്മിയെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഉണ്ണിക്കും മേഘനും ഒക്കെ സപ്പോർട്ട് നിന്ന ഒരു വ്യക്തിയായിരുന്നു മഞ്ജു. പിന്നീട് സാഗറിനെ വിവാഹം കഴിച്ചതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടായി. സാഗറിൻ്റെ മാറ്റം ആത്മാർത്ഥമാണെന്ന് മനസ്സിലാക്കിയ കണ്ണനും മഹാലക്ഷ്മിയും സാഗറിനും മഞ്ജുവിനും ജോലി ഓഫർ ചെയ്തുവെങ്കിലും അവരത് സ്വീകരിക്കാൻ തയ്യാറായില്ല. ഒടുക്കം ജോലി സ്വീകരിക്കാൻ തന്നെ അവർ തയ്യാറാകുന്നു. എന്നാൽ കമ്പനിയിൽ തിരിമറി നടത്തിയ ഉണ്ണിയെയും വാമദേവനെയും മുമ്പുണ്ടായിരുന്ന പൊസിഷനേക്കായും താഴെ ലെവലിലേക്കാണ് മഹാലക്ഷ്മിയും കണ്ണനും മാറ്റിയിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഇരിക്കവേ മഞ്ജുവിന് ഇത്രയധികം നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന കണ്ണനോടും മഹാലക്ഷ്മിയോടും ഉണ്ണിക്ക് തീരാത്ത പക തോന്നുന്നു. ഈ വിവരവും കാണാൻ കരുണ അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ദാമ്പത്യ ജീവിതം അതോടെ അവസാനിക്കുമെന്ന് മനസ്സിലാക്കിയ ഉണ്ണിയാണെങ്കിൽ അതിനെ ചൊല്ലി അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് മഹാലക്ഷ്മി പറയുന്നു, കമ്പനിക്ക് വിശ്വാസമുള്ള സ്റ്റാഫിനെയാണ് വേണ്ടുന്നത്. കമ്പനിയിൽ പറ്റിച്ചേർന്നുകൊണ്ട് കമ്പനിയിലെ മുതൽ തന്നെ മോഷ്ടിക്കുന്ന സ്റ്റാഫുകളെ അല്ല വേണ്ടേ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഉണ്ണിയാണെങ്കിൽ ചൂടായി പറയുന്നു, ഈ കാണിച്ചു കൂട്ടുന്നതിനെല്ലാം നിങ്ങൾക്ക് തിരിച്ചടി അധികം താമസിക്കാതെ കിട്ടും. ഇത് ഞാനാ പറയുന്നതെന്ന് പറഞ്ഞ് ചൂടായി പോകുമ്പോഴത്തേക്കും മഞ്ജു ഓർമ്മിപ്പിക്കുന്നു, സ്നേഹം നടിച്ച് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും അമ്മയും കൂടി വന്ന് എൻ്റെ കുഞ്ഞിനെ നശിപ്പിച്ചില്ലേ, അതിനുള്ള പ്രതികാരം എന്നോണം തന്നെയാണ് ഞാൻ ഈ ജോലിക്ക് ജോയിൻ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്തോളാം മഞ്ജുവും പറയുമ്പോൾ ഉണ്ണിയാണെങ്കിൽ ആകെ നാണം കെട്ട് പുറത്തേക്ക് വരുന്നു. എന്നാൽ ഈ വിവരമൊക്കെ അധികം താമസിക്കാതെ തന്നെ പ്രതാപനും മുത്തശ്ശിയും അറിയുന്നു. പ്രതാപനും മുത്തശ്ശിയും ഈ വിവരം അറിഞ്ഞ് ആകെ ഞെട്ടി പരസ്പരം സംസാരിക്കുന്നു. ഇതും കാണാൻ കരുണമോൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഉണ്ണിയുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം വേണ്ട, ബന്ധം ഒഴിയാൻ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇനി മഞ്ജുവിന് ജോലിക്ക് ഏറ്റവും ഉണ്ണിയുടെ ഉള്ള ജോലിയും കൂടി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം ഉണ്ണിയായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് മോള് ശാഠ്യം പിടിക്കും. അവളോട് നമുക്ക് എന്ത് മറുപടി പറയാൻ പറ്റും മോനെ, അവൾ ചോദിക്കുന്നതിലും കാര്യമില്ലേ എന്നൊക്കെ പറയുന്ന അതേ സമയത്ത് കരുണയാണെങ്കിൽ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. നിങ്ങളെന്താ വലിയ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഒന്നുമില്ല മോളെ, എന്തിനാ അമ്മ മറച്ചു വെക്കുന്നത്? ഇന്നല്ല നാളെങ്കിൽ മോൾ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കില്ലേ? അവളോട് നടന്ന കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നു, എനിക്ക് മോളോട് ഈ കാര്യം പറയാനുള്ള ത്രാണിയില്ല, നീ തന്നെ പറ പ്രതാപ എന്ന് പറയുമ്പം കരുണ ചോദിക്കുന്നു, നിങ്ങൾ എന്താ എന്നോട് പറയാൻ വന്നതെന്ന് വെച്ചാൽ പറ, മനുഷ്യനെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ, അല്ലേ തന്നെ 100 കൂട്ടം ടെൻഷനുമായിട്ടാണ് ഞാൻ നടക്കുന്നത്. അതല്ല മോളെ, മഞ്ജുവിനെ ജനറൽ മാനേജർ പോസ്റ്റിലേക്ക് കണ്ണനും മഹാലക്ഷ്മിയും നിയമിച്ചിരിക്കുന്നു. നിൻ്റെ ഭർത്താവിനുള്ള ജോലിയും കൂടി നഷ്ടമായെന്ന് പറയുമ്പം അല്ലേലും എനിക്കറിയാം അധികം താമസിക്കാതെ ഉണ്ണിയേട്ടനെ അവർ കമ്പനിയിൽ നിന്ന് പുറത്താക്കുമെന്ന്. എന്നോടുള്ള പ്രതികാരം തീർക്കുക. എന്തായാലും നിങ്ങൾക്ക് 2 ആൾക്ക് സന്തോഷമായില്ലേ? കൊമ്പത്തെ രാജകുമാരനാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഒരാൾ, കമലേശ്വരം വീട്ടിലെ ഒരു വേലക്കാരൻ്റെ അധികാരം പോലും ഇല്ലാത്ത ഒരാളെയാണല്ലോ നിങ്ങൾ 2 ആൾ
എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച് തന്നത് എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ കരുണയാണെങ്കിൽ അകത്തേക്ക് പോകുന്നത് കണ്ടിട്ട് മുത്തശ്ശിക്കും പ്രതാപനും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എന്താ പ്രതാപ നമ്മുടെ കുഞ്ഞിൻ്റെ ജീവിതം ഇങ്ങനെ തകർന്നു പോകുന്നത്? ഇനി ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ ക്ഷേത്രങ്ങളിൽ പോയി എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാകുവാണോ? എനിക്കറിയില്ല അമ്മ, എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കാൻ പോലും എനിക്കാകുന്നില്ല. അവളോട് ഞാൻ എന്ത് സമാധാനം പറയുന്നത്? എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർത്തവളെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല, ആ മഹാലക്ഷ്മി എന്ന് പറയുന്ന ഉരുമ്പെട്ടവളെ എന്നും പറഞ്ഞ് പ്രതാപൻ ദേഷ്യപ്പെടുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം.